നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനെ അങ്ങ് വീണ എപ്പോഴും ഞാനുണ്ടായെന്ന് വരില്ല. ദേമോളുടെയും വർഷയുടെയും പേരില് ഓരോ പുഷ്പാഞ്ജലി കൂടി കഴിക്കണം തിരുമേനി. ആകാ. വിവാഹം കഴിഞ്ഞ ശേഷം വർഷയുടെ വീട്ടിൽ പോയിരുന്നോ? ഇല്ല. വർഷയും വിക്രമും ഇങ്ങോട്ട് വന്നില്ലേ? ഇല്ല തിരുമേനി, വിക്രമിന്റെ ബിസിനസിന്റെ തിരക്ക് മൂലം. എത്ര തിരക്കുണ്ടായാലും നാട്ടുനടപ്പുകൾ മുടക്കാതിരിക്കാൻ പറയണം. വിവാഹവേദിയിൽ കയറിയ വിക്രം ഇടയ്ക്ക് വേദി വിട്ടിറങ്ങിയില്ലേ? അതത്ര ശുഭലക്ഷണമായിട്ട് തോന്നിയില്ല. പണവും പദവിയുമുള്ള കൂട്ടരല്ലേ, വേദി വിട്ടു പോകരുതെന്ന് കർശനമായി വിലക്കാനും പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കൂടുതൽ അനിഷ്ടങ്ങൾ ഉണ്ടാകാതെ നോക്കണം. വന്ദന, മനസ്സിനെ അലട്ടുന്ന കാര്യമായ പ്രശ്നം എന്തോ ഉണ്ടല്ലോ. എന്താണെന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ ഞാൻ സഹായിക്കാം. വന്ദന, വന്ദന, വന്ദനയെ സഹായിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നെക്കുറിച്ച് എപ്പോഴും എങ്ങനെ ഉണ്ടായ ഒരു തെറ്റിദ്ധാരണ വന്ദനയ്ക്ക് എപ്പോഴും മാറിയിട്ടില്ല. വന്ദനെ, ഞാൻ തെമ്മാടിയും ആവാസനൊന്നുമല്ല. മനസ്സിൽ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാ. എന്റെ എന്ത് സഹായമാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ഒരു സഹായം എനിക്ക് ആവശ്യമില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും പിറകെ നടന്ന് സഹായം വേണോ എന്ന് ചെലച്ചുകൊണ്ട് നടക്കുന്നതേ മര്യാദ കേടാ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഈ ലോകത്ത് നിങ്ങളെപ്പോലെ നാണം കെട്ടൊരാൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല, ഇനിയൊട്ടും ഉണ്ടാവാനും പോകുന്നില്ല. ദേവി ഭഗവതി, എന്നെ പരീക്ഷിച്ച് വല്ലാതെ വശം കെടുത്ത് കാണല്ലോ. വന്ദനയിൽ നിന്ന് എന്നെ അകറ്റി അടങ്ങുന്നുള്ള വാശിയൊന്നും ദേവിക്ക് ഇല്ലല്ലോ, ഉണ്ടോ? അവളില്ലാതെ എനിക്ക് ജീവിതമില്ല. അവൾ എന്തെങ്കിലും എന്റേതാവുന്ന തെളിയിക്കുന്ന എന്തെങ്കിലും എനിക്കൊന്ന് കാട്ടിത്തരണേ ദേവി. ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് തന്നെ ഞാൻ നടത്തിക്കോളാം. ദേ, കൈക്കൂലിയായിട്ട് കരുതല്ലേ.
ദേ, എന്റെ മനസ്സറിയാലോ. ഞാൻ സഹായം ചെയ്യുന്നല്ലാതെ ആരെയും ഇതുവരെ ദ്രോഹിച്ചിട്ടില്ല. പിന്നെ നെറുകേട് കണ്ട അടി കൊടുക്കും. അത് പ്രായത്തിൻ്റെതാണെന്ന് കരുതി ക്ഷമിച്ചുകൂടെ? ദേ, അവള് വരുന്നുണ്ട്. പ്ലീസ്. ദേ, അറിയാലോ, ഞാനങ്ങ് ഗുരുവായൂർക്ക് വിട്ട് മൂപ്പരോട് പറഞ്ഞാലേ ഇതൊക്കെ ഈസി ആയിട്ട് നടത്തി തരും. പുള്ളിക്കാരനറിയാം പ്രണയിക്കുന്നവന്റെ വേദന. വർഷയുടെ കാര്യത്തിൽ കുറെ കൂടി ശ്രദ്ധയുണ്ടാവണം. വർഷയുടെ പേരിൽ പൂജയും വഴിപാടുകളും ഒക്കെ മുടങ്ങാൻ നടത്തുകയും വേണം. വർഷയുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ തിരുമേനി? അങ്ങനെയൊന്നുമില്ല. വർഷയുടെ പേരും നാളും പറഞ്ഞ് പൂജ നടത്തിക്കൊണ്ടിരുന്നപ്പോ എന്തോ ഒരു ദുസൂചന തന്നതുപോലെ. പേടിക്കാനൊന്നുമില്ല. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തിയാൽ മതി. വന്ദനയ്ക്ക് ജഗനെ മനസ്സിലായില്ലേ? കുറുപ്പ് സാറിന്റെ മകനാ. ഉള്ളത് പറയാമല്ലോ, പ്രശ്നം എവിടെയുണ്ടെങ്കിലും അതിനിടയിൽ ചെന്ന് ചാടല ജഗന്റെ ജോലി. വെറും പ്രശ്നമല്ല, പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സുള്ള ചെറുപ്പക്കാരൻ. മാറ്. ഇങ്ങനെ അങ്ങ് വീണ എപ്പോഴും ഞാനുണ്ടായെന്ന് വരില്ല. അവൾ എനിക്ക് സ്വന്തമാവുന്നതിന് സൂചന തരാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ തന്നു. സന്തോഷം. നന്ദിയുണ്ട് ദേവി, 1000 നന്ദി. ദേവി വിളിപ്പുറത്തമ്മ തന്നെയാണ്, സമ്മതിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.